Yeah. Today we are going to discuss the last class. So here I am sharing my screen. എന്നാലും ഇത് ആദ്യത്തെയാ എന്നാ ടെക്സ്റ്റ് എടുക്കാൻ വയ്യല്ലേ? Okay. അല്ല സാർ ഞാൻ അമ്മാമ്മയുടെ വീട്ടിലാണ് അതുകൊണ്ട് ടെക്സ്റ്റ് Okay, no problem. So we have to start from the changing people, right? The changing people ഓട്ടല്ലേ പഠിക്കണ്ടേ? Yes, sir. Yes, sir. So changing people. So changing people means മാറുന്ന ജനത. ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കുക, അപ്പൊ മ്യൂട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാതെ വെള്ളം മ്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ. So the leaders of the social reform movement contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. അപ്പോ ഇവിടെ പറയുന്നത് ബിയോണ്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ജാതിക്കും മതത്തിനും അതീതമായി അല്ലെങ്കിൽ അതിനും ഉപരി ഹ്യൂമാനിസം, അതായത് മാനവികത, ഹ്യൂമാനിസം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റോടെ, ഈ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സില് ഈ ഒരു ബ്രദർഹുഡ്, അതായത് സാഹോദര്യത്വം കൊണ്ടുവരാനും അതിനെ നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാനും ഉള്ള ഒരിതായിരുന്നു ആ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് വന്നതോടുകൂടെ ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഡെവലപ്പ്. അപ്പൊ ഇതെന്താ? എ വിഷൻ എംഫസൈസിങ് എ വിഷൻ. അപ്പോൾ ഒരു ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു വിഷൻ കൊണ്ടുവരാനും ബേസ്ഡ് ഓൺ ഹ്യൂമാനിസം, ഹ്യൂമാനിസത്തില് കൊണ്ടുവരാനും ബിയോണ്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, കാസ്റ്റും റിലീജിയനും മാറി നമ്മുടെ ഹ്യൂമാനിസം അല്ലെങ്കിൽ ഹ്യൂമൻ എന്നുള്ള ആ ഒരു കൊണ്ടുവരാനും ഉണ്ടായിരുന്ന ആ ഒരു ചേഞ്ച് ആണ് ആ ഒരു ചേഞ്ചിങ് പീപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ റിഫോം കൊണ്ടുവന്നത്. All the reformers gave emphasis to the importance of education and established educational institutions. അപ്പോൾ all the reformers, ഈ ചേഞ്ച് കൊണ്ടുവരാൻ വന്ന ആ ഒരു ഈ എന്താ പറയുക പരിഷ്കർത്താക്കള് gave emphasis to the importance of education. അവർ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുവരാനും ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ മുകളിൽ പഠിച്ചു കുറച്ചു പേരൊക്കെ അവരിപ്പോ മുസ്ലിംസിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചതാരാ? ആരാ? അപ്പോ അതുപോലെ പലരും എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയും ചെയ്തു. They have established education institution also. This in turn accelerated the progress of education in India. So this in turn accelerated, ഇത് അതിന്റെ വേഗം കൂട്ടി. എന്ത്? The progress of education in India. ഈ ഇന്ത്യയിലുള്ള ആ ഒരു എഡ്യൂക്കേഷന്റെ പ്രോഗ്രസ് നല്ല രീതിയിൽ കൂട്ടി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വളർത്തുകയും നാഷണൽ പ്രൈഡ്, അതായത് ഇന്ത്യൻ ജനത എന്നുള്ള ആ ഒരു എന്താ പറയുന്ന അഭിമാനബോധം, അതാണ് നാഷണൽ പ്രൈഡ്, അഭിമാനമായിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ടുവരികയും സെൽഫ് റെസ്പെക്ട്, അപ്പോ ആത്മവിശ്വാസം കൂട്ടുകയും എല്ലാം ചെയ്യുകയും അതിനോടൊപ്പം എന്താ പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ്, ദേ ഹാവ് ഇൻക്രീസ്ഡ് ദ കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യ എന്നത് ഒരു നമ്മുടെ മനുഷ്യർക്ക് ഒരു വികാരമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ഈ ഒരു ആൾക്കാർക്ക് എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ റിഫോമേഴ്സിന് സാധിച്ചു. Thus, the social reformers played a major role in awakening the Indians. അതായത് അപ്പൊ സോഷ്യൽ റിഫോമേഴ്സ് നമ്മുടെ എന്താ പറയാ ഇന്ത്യൻസിനെ ഉണർത്താനായിട്ട്, അവരുടെ ആ ഒരു ബോധത്തിലേക്ക് ഉയർത്താനും അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു വികാരം കൊണ്ടുവരാനായിട്ട് ഏറ്റവും മേജറായിട്ട് ഒരു റോള് ചെയ്തതാരാ? നമ്മുടെ ഈ സോഷ്യൽ റിഫോമേഴ്സ് ആണ്. മനസ്സിലായോ? മനസ്സിലായോടാ? ആരതി മനസ്സിലായോ?
മനസ്സിലായി. ഓക്കെ ഓക്കെ. സോ സാർ ഒന്നും കൂടെ പറയോ സാർ? ഹലോ സാർ. ആടാ പറഞ്ഞു. ഇത് ടോട്ടലി ആണോ ദേവനന്ദൻ? സാർ എനിക്കും കേട്ടൂടാ, കട്ടായി പോണ ഇടയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ സൗണ്ട് കട്ട് ആവണം. ഓ എല്ലാവർക്കും അങ്ങനെ അത് പ്രശ്നം ബ്രേക്ക് ആവണ വോയിസ്. എനിക്കത്ര കുഴപ്പമില്ല. ഓക്കെ. സാറ് പറയണതല്ല ചിലവരുടെ ബാക്കിയുള്ളവർ സൗണ്ട് പറയണത്. മാത്രം ചിലവരുടെ സൗണ്ട് മാത്രം ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദ ചേഞ്ചിങ് പീപ്പിൾ, മാറുന്ന ജനത. ദ ലീഡേഴ്സ് ഓഫ് സോഷ്യൽ റിഫോംസ് movement contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. അപ്പോൾ കാസ്റ്റും റിലീജിയനും ഒക്കെ അധീനമായി കൊണ്ടുവന്ന ഒരു കാര്യം, അതായത് ഹ്യൂമാനിസം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്ന ആ ഒരു ആഹ്വാനത്തില് കൊണ്ടുവന്നതാണ് ഈ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായിരുന്നു. All the reformers gave emphasis to the importance of education and established educational institutions. അപ്പോൾ all reformers came and given the importance of education. They said education is an important thing to make growth of our country. So education is very much important, and they established education institutions basically for the minority people, especially for not Hindus, like Muslims. Like that time Muslims were considered as very minors. That means minority, under minority category. So then അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മൈനോറിറ്റീസിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ അത്യാവശ്യമായിരുന്നു. ദിസ് ഇൻ ടേൺ ആക്സിലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ഈ ഇന്ത്യൻ എഡ്യൂക്കേഷന് അതൊരു എന്ന് പറയുന്ന സ്പീഡ് നന്നായിട്ട് കൂട്ടുകയായിരുന്നു. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. നമ്മുടെ നാഷണൽ പ്രൈഡ്, അതായത് നമ്മുടെ ഇന്ത്യക്കാരൻ എന്നുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് ഒരു അഭിമാനബോധവും ആത്മവിശ്വാസവും എല്ലാം നൽകാനായിട്ട് ഇത്തരം റിഫോംസ് അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സിന് സാധിച്ചു. They played a major role in awakening the Indians. അപ്പോൾ ഇന്ത്യൻസിനെ ആ ഒരു ഇന്ത്യൻസ് ആക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും അത് മാത്രമല്ല അവരിൽ ആ ഒരു തോട്ട് കൊണ്ടുവരാനായിട്ട് സോഷ്യൽ റിഫോമേഴ്സിന് സാധിച്ചു. മനസ്സിലായോ? ആരുടെയും കൈ ഒന്നും കാണാനില്ല. ഓക്കെ 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 ശരി. അപ്പൊ അടുത്ത് എമർജൻസ് ഓഫ് നാഷണലിസം. നാഷണലിസം എന്ന് പറയുമ്പോൾ ദേശീയ ബോധം, നമ്മൾ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി എന്നുള്ള ആ ഒരു ബോധം ഇത് കൊണ്ടുവരിക അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരിക. The different social reform movements and their leaders whom we discussed instilled a new spirit among the Indians. അതായത് ഡിഫറെന്റ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. അപ്പോൾ ഇതുപോലെ കുറെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഉണ്ടാകുകയും ചെയ്തു. അതിനൊക്കെ ഓരോ ലീഡേഴ്സ്, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. ഇപ്പൊ മുസ്ലിംസിന്റെ ഇതിനു വേണ്ടിയിട്ട് ഒരാള്, അടുത്ത് എഡ്യൂക്കേഷന്റെ ഇതിനു വേണ്ടിയിട്ട് വേറൊരാൾ, അങ്ങനെ പല പല റിഫോംസ് ഉണ്ടായി. അപ്പോൾ റിഫോം മൂവ്മെന്റ്സ് ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ഓരോ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഡിസ്കസ് ഇൻസ്റ്റിൽഡ് എ ന്യൂ സ്പിരിറ്റ്. ഇൻസ്റ്റിൽഡ് മീൻസ് അവിടെ കൊണ്ടുവരിക. അവിടെ എന്ത് കൊണ്ടുവന്നു? ന്യൂ സ്പിരിറ്റ് എമംഗ് ദ ഇന്ത്യൻസ്. അപ്പോൾ അത് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു അറിവും അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയുന്ന ഒരു ഉദയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ഉദയമായിരുന്നു അത്. അത് മാത്രമല്ല, അവർക്ക് ആ ഒരു തോട്ട് ഇന്ത്യൻസ് അല്ലെങ്കിൽ നാഷണലിസം എന്നൊരു തോട്ട് ഇന്ത്യൻസിൽ കൊണ്ടുവരാൻ സാധിച്ചു. We have also discussed the political and economic conditions of the period in previous chapters. ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ എക്കണോമിക് കണ്ടീഷൻസും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, അത്തരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുമുണ്ട്. Can you recollect them? The British conquered princely states and unified India politically.
അതായത് ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി, കോൺകേർഡ്, അവ കീഴ്പ്പെടുത്തുകയും ദെൻ യൂണിഫൈഡ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ആ ഒരു പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യയെ ഒരുമിപ്പിക്കുകയും ചെയ്തത് ബ്രിട്ടീഷാണ്. The economic exploitation of the British government created an anti-British attitude among Indians. Then economic exploitation. അപ്പോ നിങ്ങളാണോ പഠിച്ചത്? ഇത് ഹൈലാൻഡ് ലോലാൻഡ് ഒക്കെ പഠിച്ചത് നിങ്ങളാണോ? തന്നെ സാർ 5ാം ക്ലാസ്സില് ആറിലല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ 6-ലാണോ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചത്? 5ലാണ് ഐലാൻഡ് ലോലാൻഡ്. 5ാം ക്ലാസ്. ഓക്കെ, വെയിറ്റ് ഞാൻ പറയാം. അതായത് ഞാൻ 6-നും 7-നും ഇപ്പൊ സോഷ്യൽ എടുക്കുന്നത്. അപ്പൊ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ 6-ലായിരിക്കും. അപ്പോ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു അത്? അതിലാണോ? ഇല്ല, നിങ്ങളുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെയാ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ പഠിച്ചില്ലേ? അതായത് നമ്മുടെ നഗോദാസ്, അത് കഴിഞ്ഞിട്ട് എഗെയിൻസ്റ്റ് ദ വീവേഴ്സ്, എഗെയിൻസ്റ്റ് ദ ഫാർമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഹൈലാൻഡ് ലോലാൻഡ് അതല്ല, ഇത് തന്നെ, ഇവിടെ തന്നെ. എനിക്ക് തെറ്റിയതാ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ഫാർമേഴ്സ്, വീവേഴ്സ് ആൻഡ് ട്രൈബൽസ്. അപ്പോൾ അത്തരത്തിലുള്ള എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ക്രിയേറ്റഡ് ആൻ ആന്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ഇന്ത്യൻസ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആന്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ക്രിയേറ്റ് ആയി. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അത് the spread of English education and the development in transport and communication brought the people together. So the spread of English education. So only after the coming of British people or the Western people, the English education started in India. അപ്പോൾ English education വന്നത് അവരുടെ ആ ഒരു കടന്നുവരവിന് ശേഷമാണ്. Then development in transport and communication brought the people together. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡെവലപ്മെന്റ്, they have done lot of development in India. Just you can consider it as railway. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നത് തന്നെ ബ്രിട്ടീഷാണ്. അപ്പൊ അവർ കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പോഴും അത് ഈ രീതിയിൽ ഓടുന്നു. അല്ല, ഇന്ത്യക്കാരായിരുന്നെങ്കിൽ എന്നെ പൊളിഞ്ഞു പോകുമായിരുന്നു. അല്ല എങ്കിൽ ജസ്റ്റ് പല കെട്ടിടങ്ങളും നോക്കുക, ലൈക്ക് സം ബിൽഡിങ്സ് ഈവൻ ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ അവിടെയൊക്കെ നോക്കി കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന ഓരോ ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അതെല്ലാം പിന്നെ ഈ മേജർലി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ദാറ്റ് ബ്രോട്ട് ഇന്ത്യൻസ് ടുഗദർ, ദ പീപ്പിൾ ടുഗദർ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഇന്ത്യയെല്ലാം ഒരുമിപ്പിക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. The strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. So at the time of first war of Indian independence, first war the British started suppressing Indians. അപ്പോൾ ഇന്ത്യൻസിനെ സപ്രസ് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ അത് ഇറ്റ് ക്രിയേറ്റഡ് നാഷണൽ കോൺഷ്യസ്നസ്. അപ്പോൾ ദേശീയ ബോധം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വാറും ഈ ഒരു സപ്രഷനും എല്ലാം സാധിച്ചു. ആൻഡ് മെയ്ഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ടു സെയിം കൺട്രി. അപ്പോൾ ദാറ്റ് മെയ്ഡ് പീപ്പിൾ ടു തിങ്ക്, അപ്പോൾ ഇത്തരം അവർ സെയിം കൺട്രി അല്ലെങ്കിൽ ഒരു രാജ്യക്കാരാണ്, അല്ലെങ്കിൽ ദേശീയ ബോധം, ആ ഒരു നാഷണലിസം മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. These factors help to develop a sense of unity among the Indians. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു ഇന്ത്യൻസിന് ആ ഒരു യൂണിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. Indian nationalism is a sense of oneness beyond religious, linguistic and regional diversities. അപ്പോൾ ഇത്തരം ഈ ഒരു കാര്യങ്ങളെല്ലാം എന്തിന് ഉപരിയായിരുന്നു?
ബിയോണ്ട് റിലീജിയസ്, മതത്തിന് ഉപരി, അല്ലെങ്കിൽ പല പല മതങ്ങളുണ്ട്, അപ്പൊ അതിനെല്ലാം ഉപരി ലിംഗ്വിസ്റ്റിക്, അതായത് ലാംഗ്വേജ്, എബവ് ദ ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി, പല പല നാട് അല്ലെങ്കിൽ പല പല പ്രാദേശികമായും അതിനെയെല്ലാം കടത്തിവെട്ടി, അതെല്ലാം നമ്മൾ ഇതെല്ലാം നോക്കാതെ നമ്മൾ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു നാഷണലിസം, ആ ഒരു ദേശീയ ബോധം കൊണ്ടുവരാനായിട്ട് ഇതിനൊക്കെ സാധിച്ചു. അല്ലെങ്കിൽ ഈ ഒരു റിഫോം മൂവ്മെന്റ്സും എല്ലാം സാധിച്ചു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഉണ്ട്. ആ പറഞ്ഞു. ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. സാർ ഈ ലിംഗ്വിസ്റ്റിക്കിന്റെ മലയാളം എന്തോന്നാണ്? ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ്, അതായത് പല പല ലാംഗ്വേജുകൾക്ക് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് ലാംഗ്വേജ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള 22 ലാംഗ്വേജ് ഉണ്ട്. അല്ലാതെ തന്നെ മോർ ദാൻ 650 ലാംഗ്വേജസ് വി ഹാവ് ഇൻ ഇന്ത്യ. സോ അപ്പോ ആ ലാംഗ്വേജുകളെല്ലാം മറന്ന്, ഇപ്പോ ലാംഗ്വേജ് വരുമ്പോ എന്താ പ്രശ്നം പറ്റുക? ഇപ്പൊ വിചാരിക്കുക കേരളത്തിലുള്ളവർ മാത്രം, അടുത്ത തമിഴ്നാട്, തമിഴൻസ് മാത്രം, അടുത്ത് ഇപ്പൊ അടുത്ത് കർണാടക, അപ്പൊ അവിടെ കന്നഡ മാത്രം. കേട്ടൂടാ? ആർക്കും കേട്ടൂടെ? സ്റ്റക്ക് ആയിരിക്കുന്നു. സാർ ഈ ആദിത്യ ദിലീപിന്റെ അവിടെയാണ് സൗണ്ട് വന്നത്. ഞാൻ മ്യൂട്ട് ചെയ്യില്ലേ? മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത് ചോമാ. ഓക്കെ വിട്ടേരാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ നോക്കിയേ? അപ്പോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആ ഒരു ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജ് കൊണ്ട് ഒരു ബാരിയർ ആവരുത്. ഇന്ത്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഈ പല പല നാട്ടിൽ നിന്നുള്ളവരുണ്ട്, പല പല ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ഇതാവരുത്, ഒരു ബാരിയർ ആവരുത്. ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നാഷണലിസം എന്ന ഒരു കൺസെപ്റ്റിൽ അതൊരു ബാരിയർ ആവരുത്, അതൊരു തടസ്സം ആവരുത്. അതാ പറയുന്നത്. വേറെ The strategic adopted ഇല്ലേ ആ സെന്റൻസ്? ആടാ, അതൊന്ന് പറഞ്ഞുതരുമോ? അത് മനസ്സിലായി, കേട്ടില്ല ഞാൻ നേരെ. The strategies adopted by the British to suppress the first war of Indian independence. അപ്പോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസില് ഫസ്റ്റ് വേൾഡ് വാറില് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സപ്രസ് ചെയ്തു. ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ്. അപ്പോൾ ഇന്ത്യൻസിനെ സപ്രസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് അഡോപ്റ്റ് ചെയ്ത കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് കുറെ നമ്മൾ കഴിഞ്ഞ സപ്രസിന്റെ മീനിങ് എന്തോന്നാണ്? സപ്രസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അവരെ താഴ്ത്തി വെക്കുക, അടിച്ചമർത്തുക എന്നുള്ളതാണ് സപ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരെ അടിച്ചമർത്താനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ അടിച്ചമർത്താനായിട്ട് ഇവർ ഉപയോഗിച്ച രീതികൾ എന്ത് ചെയ്തു? ഇന്ത്യൻസിന് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ നാഷണൽ കോൺഷ്യസ്നെസ്. അപ്പൊ അതൊരു നമ്മളെല്ലാരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ബോധം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായി. അതായത് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ടു സെയിം കൺട്രി. അപ്പോ അതങ്ങനെ ഇന്ത്യക്കാരാണ്, എല്ലാവരും ഒരേ രാജ്യത്തുള്ളവരാണ് എന്നുള്ള ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. മനസ്സിലായോ? ഓക്കെ, വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇതിനിടയിൽ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് പേപ്പർ അല്ല, നോട്ട്സ് തരുന്നത് ഞാൻ ഒരു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് തരത്തുള്ളൂ. ഈ പാഠത്തിന്റെ. അതായത് അതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് വായിച്ച് ഒരു ടെസ്റ്റ് പേപ്പർ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് തരും. കേട്ടോ? അപ്പോ ഓക്കെ, റെക്കോർഡ് ഓൺ ആവണം. കാര്യം ഇതെല്ലാരും കേൾക്കണമല്ലോ. കാര്യം അല്ലെങ്കിൽ ഇനി ആരും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറയരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ പറയാം. അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റെക്കോർഡായിട്ട് ഓഫ് ആവുകയാണെങ്കിൽ അപ്പൊ കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ഞാന് ചിലപ്പോ 1 വേർഡ് ആയിരിക്കും ഇടുന്നത്. ഇപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഏതുവരെ പഠിപ്പിക്കുകയോ അതിന്റെ ആ ഒരു ടെസ്റ്റ് പേപ്പർ അടുത്ത സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ ഉണ്ടാവും. ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സേ ഉണ്ടാവത്തുള്ളൂ ടെസ്റ്റ് പേപ്പർ ആയിട്ട്.
അത് നിങ്ങൾ സൂം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എഴുതുക. നിങ്ങൾ സൂം വീഡിയോ കോളില് ഓപ്പൺ ചെയ്ത് വച്ചതിന് ശേഷം വീഡിയോ ഓണാക്കി വച്ച് എഴുതുക. ഞാൻ ആ സമയത്ത് ക്വസ്റ്റ്യൻ അയച്ചു തരും കേട്ടോ. അപ്പൊ എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് കൊണ്ട് തന്നെ അയച്ചു തരാം. എന്നിട്ട് കേട്ടുകൂടാ. ആർക്കാടാ കേട്ടുകൂടാത്ത? എനിക്ക് ചെയ്യാനോ? ഒരു കൂടെ പറയോ സാർ? ഞാൻ പറഞ്ഞേടാ, അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ആണ്. ഇന്ന് വരെ പഠിപ്പിച്ച എനിക്ക് കേട്ടുകൂടാ. ഇപ്പൊ കേക്കാവോ? സാറിന്റെ സ്റ്റക്ക് ആയിരിക്കുന്നു. അടുത്ത ക്ലാസ് ഒപ്പം അവിടത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കണം കേട്ടോ. ഈ റബ്ബർ എല്ലാം ഉള്ളിടത്തെല്ലാം നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. എവിടെയാടാ? ഈ കുറെ റബ്ബറും അവിടെ എല്ലാം നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജിൽ നോക്കിയോ. The development of nationalism accelerated the Indians' effort to liberate from the British. This enhanced the relevance of various movements for independence. അതായത് ഇത്തരം ആ ഒരു നാഷണലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്തപ്പോൾ അത് നമ്മുടെ ബ്രിട്ടീഷിൽ നിന്ന് ലൈക്ക് നമ്മുടെ ആ ഒരു മോചനം നേടാനുള്ള, അല്ലെങ്കിൽ ലിബറേറ്റ് ഫ്രം ദ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു കാരണമായി മാറാൻ തുടങ്ങി. കാര്യം അവരുടെ മനസ്സിൽ തോന്നി നമ്മൾ ഇന്ത്യൻസ്, വി ആർ ഇന്ത്യൻസ്, വി ഷുഡ് ബി ടുഗദർ ആൻഡ് ബ്രിട്ടീഷ് ഷുഡ് ഗോ ഔട്ട് ഓഫ് അവർ കൺട്രി. ബ്രിട്ടീഷ് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകണം എന്നുള്ളത്. ദിസ് എൻഹാൻസ്ഡ് ദ റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇത്തരം നാഷണലിസം എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു തോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തിന്? ഇത്തരം വേരിയസ് മൂവ്മെന്റ്സിന്, ഈ മൂവ്മെന്റ്സിന് ഇൻഡിപെൻഡൻസിലേക്കുള്ള ആ ഒരു വഴി, ഒരു വേ ഓപ്പൺ ചെയ്യുവാനായിട്ട് അവിടെ സാധിച്ചു. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിലുണ്ടത്. വാട്ട് വർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ മുകളിൽ പഠിച്ച കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും, ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം ആക്സിലറേറ്റഡ് ദ ഇന്ത്യൻസ് എഫേർട്ട് ടു ലിബറേറ്റ് ഫ്രം ദ ബ്രിട്ടീഷ്. ദിസ് എൻഹാൻസ്ഡ് ദ റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. മനസ്സിലായോ? അത് ആരുടെയും കൈയൊന്നും കാണാനില്ല, വളരെ കുറച്ചുപേരെ കാണാവൂ. ഓക്കെ, ഒന്നുകൂടെ ഏതാടാ പറയണ്ടേ? ഇതാണോ ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം? അതാണോ? ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം ആക്സലറേറ്റഡ്. അപ്പോ ഈ ഒരു ഡെവലപ്മെന്റ് നമ്മളിപ്പോ കുറച്ചു മുമ്പ് പഠിച്ചു. ഈ നാഷണലിസം എന്നുള്ള ആ ഒരു തോട്ട് ഇന്ത്യൻസിൽ വളരാൻ തുടങ്ങി, അല്ലെങ്കിൽ നല്ല സ്പീഡപ്പ് ആയിട്ട് അവരിൽ എത്താൻ തുടങ്ങി. ആ ആക്സലറേഷൻ, അപ്പോൾ ആ ഒരു നാഷണലിസം എന്നുള്ള ആ ഒരു ആക്സലറേഷൻ ഇന്ത്യൻസിന്റെ എഫേർട്സ് ടു ലിബറേറ്റ് ഫ്രം ദ ബ്രിട്ടീഷ്. അപ്പോൾ അവരുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാക്കി, എന്താ, നമുക്ക് ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഒരു മോചനം വേണമെന്ന്. ദിസ് എൻഹാൻസ്ഡ് ദ റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ദിസ് ലീഡ്സ് ടു ഇൻഡിപെൻഡൻസ് ആൻഡ് ദിസ് എൻഹാൻസ്ഡ്. അപ്പോൾ അത് എന്തിന് കാരണമായി? റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ പല പല മൂവ്മെന്റ്സ്, നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം കാരണമാവാനായിട്ട് ഈ നാഷണലിസം എന്നുള്ള ആ ഒരു തോട്ട് സാധിച്ചു. അതാ സംഭവം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഇനി ഇതില് നെഹ്റുവിന്റെ കുറച്ച് വേർഡ്സ് ആണ്. ദ മൗണ്ടൻസ് ആൻഡ് റിവേഴ്സ് ഓഫ് ഇന്ത്യ and the forest and the broad field which gave us food were all dear to us. But what counted ultimately were the people of India, people like them and me, who were spread out all over this vast land. അപ്പോൾ അവര് നെഹ്റു പറയുക, ഇന്ത്യയിലെ റിവേഴ്സ്, മൗണ്ടൻസ്, ഫോറസ്റ്റ്, അപ്പൊ ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും എല്ലാം ഇതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആൻഡ്
അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരിയായിട്ട് ഇന്ത്യയുടെ ജനത നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്, ജനതയും പ്രിയപ്പെട്ടതാണ്. പക്ഷെ അതിനൊക്കെ ഉപരി ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എന്നുള്ള ആ ഒരു വികാരം നമ്മുടെ മനസ്സിൽ ആവശ്യമാണ്. അപ്പോ ഇപ്പോ നെഹ്റു പറയാണ് എന്നെ പോലെ തന്നെയാണ് നിങ്ങൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ളവരെല്ലാം മനുഷ്യർ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യണം. എല്ലാവരും ആ ഒരു ഇത് കൺസിഡർ ചെയ്യണം. ഭാരത് മാത, മദർ ഇന്ത്യ was essentially these millions of people and victory to her meant victory to these people. അപ്പോൾ ഭാരത് മാത അതായത് മദർ ഇന്ത്യ. അപ്പോൾ മദർ ഇന്ത്യ എന്ന് പറയുന്ന അമ്മയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന മില്യൺസ് ഓഫ് പീപ്പിൾ, ഇറ്റ്സ് കൺസിഡർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ, നമ്മുടെ മില്യൺസ് ഓഫ് ആൾക്കാർ ചേരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു വിക്ടറി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ വിക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും വിക്ടറിയാണ്. യു ആർ പാർട്സ് ഓഫ് ദ ഭാരത് മാത, നമ്മുടെ എല്ലാവരും ഈ അമ്മയുടെ ഒരു ഭാഗമാണ്. ഐ ടോൾഡ് ദം യു ആർ ഇൻ എ മാനർ യുവർ സെൽസ് ഭാരത് മാത. And as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. അപ്പോ ഇതില് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭാരത് മാത അല്ലെങ്കിൽ നാഷണലിസം ഇതിലും പറയുന്ന ഇത് ഒരു സമ്മറി എന്ന് പറയുന്നത് ഈ നാഷണലിസം എന്നുള്ള ആ ഒരു തോട്ട് നമ്മുടെ മനുഷ്യരുടെ മനസ്സുകളിലെല്ലാം നിറയ്ക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സും എല്ലാവരും ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു ഇതില് നെഹ്റുവും പറയുന്നത്. അപ്പൊ നെഹ്റുവിന്റെ തോട്ടും പറയുന്നത് നാഷണലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഇന്ത്യക്ക് അതൊരു പ്രയോജനമാവത്തുള്ളൂ. എന്നാലേ ബ്രിട്ടീഷിനെതിരെ നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടാൻ പറ്റത്തുള്ളൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ ഇത് തന്നെ. അപ്പോ നാഷണലിസം അതാണ് നമ്മുടെ ഇതൊരു കീവേഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നാഷണലിസം, വാട്ട് ഈസ് നാഷണലിസം ആൻഡ് വാട്ട് ആർ ദ സോഷ്യൽ റിഫോമേഴ്സ് ദാറ്റ് ലീഡ്സ് ടു സോഷ്യലിസം, ഐ മീൻ നാഷണലിസം. സോഷ്യൽ റിഫോമേഴ്സിന്റെ റോൾ എന്തായിരുന്നു, പിന്നെ എന്താണ് ഈ സോഷ്യൽ റിഫോംസ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഇതിനെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബോറാവത്തില്ല. അല്ലെങ്കിൽ ഓരോന്നും കാണാതെ പഠിക്കരുത്, ജസ്റ്റ് കണക്ട് ചെയ്യുക. വാട്ട് ഈസ് സോഷ്യൽ നാഷണലിസം, അപ്പൊ വാട്ട് ലെഡ് ടു നാഷണലിസം. അപ്പൊ അത് പറയുമ്പോൾ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പറയണം. അപ്പൊ ഹു ഓൾ ആർ സോഷ്യൽ റിഫോമേഴ്സ്, എന്നിട്ട് വാട്ട് ആർ ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഹാപ്പൻഡ്, ഹു ഓൾ ആർ വെർ ദ ലീഡേഴ്സ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച് പാസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അതൊരു കണക്ടിവിറ്റി കിട്ടും, അതൊരു കണ്ടിന്യൂറ്റി കിട്ടും. നിങ്ങൾക്കത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ കാണാതെ ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നിങ്ങൾ കാണാതെ പഠിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി ബാക്കി എടുക്കണോ അതോ നാളെ രാവിലെ എടുത്താൽ മതിയോ? കണ്ണ് വേദനിക്കുന്നു. ഓക്കെ. അപ്പൊ നാളെ രാവിലെ മതി സാർ. നാളെ രാവിലെ ഇത് മൊത്തം തീർക്കാം.